Hi dears, welcome back to my channel. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളൊരു പുതിയൊരു സീരീസ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് നമ്മുടെ ബിഗിനേഴ്സിന് വേണ്ടിയിട്ട്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ വീഡിയോ ഇട്ടപ്പോൾ കുറേ ആൾക്കാർ ചോദിച്ചിരുന്നു ബിഗിനേഴ്സ് സ്റ്റാർട്ടപ്പ് കിറ്റിൻ്റെ കാര്യം ഞാൻ അതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറേ ആൾക്കാർ എനിക്ക് മെസ്സേജ് ചോദിച്ചിരുന്നു ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയുമോ, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സ് എങ്ങനെയാണ് മിക്സ് ചെയ്യുന്നത്, എങ്ങനെയാണ് ലോഗോ ഉണ്ടാക്കുന്നത്, അങ്ങനെ കുറേ ഡൗട്ട്സ് എല്ലാവർക്കും വന്നിരുന്നു. അപ്പോൾ എനിക്ക് തോന്നി ഇങ്ങനെ ഒരു സീരീസ് സ്റ്റാർട്ട് ചെയ്യാമെന്ന്. പിന്നെ നമ്മുടെ ബിഗിനേഴ്സ് കിറ്റ് വെച്ചിട്ട് എങ്ങനെയാണ് ഹെന്ന മിക്സ് ചെയ്ത് നമ്മൾ ഹെന്ന കോണാക്കുന്നതും പിന്നെ അത് പാക്ക് ചെയ്യുന്നതും കൊറിയർ ചെയ്യുന്നതും എല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് പതുക്കെ ഓരോ എപ്പിസോഡ്സ് ആയിട്ട് വീഡിയോ വരുന്നുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് എന്തൊക്കെ ടൂൾസ് ആണ് നമുക്ക് ആവശ്യമുള്ളതെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നമ്മുടെ ബിഗിനേഴ്സ് കിറ്റിൽ ഫസ്റ്റ് നിങ്ങൾക്ക് കോണൊന്ന് ഉണ്ടാക്കി നോക്കാനുള്ള എല്ലാ സാധനങ്ങളും ഉണ്ടാവും കേട്ടോ. അപ്പം അതല്ലാതെ നമുക്ക് വേറെ എക്സ്ട്രാ എന്തൊക്കെ ടൂൾസ് വേണമെന്നാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് വേണ്ടത് നമ്മുടെ സെല്ലോ ടേപ്പാണ്. സെല്ലോ ടേപ്പും അതിൻ്റെ ഡിസ്പെൻസറും. അപ്പോൾ ഇങ്ങനത്തെ ഒരു സെല്ലോ ടേപ്പ് ഡിസ്പെൻസറും ഒരു സെല്ലോ ടേപ്പും ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ നമുക്ക് ഇതിൽ നിന്ന് കോണ് റോൾ ചെയ്യാൻ നേരം ഇതേപോലെ പെട്ടെന്ന് എടുക്കാൻ പറ്റും. അല്ലെങ്കിൽ ഇങ്ങനത്തെ മാത്രമാണെന്നുണ്ടെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. കാരണം നമ്മൾ കോണ് കൈ പിടിച്ചുകൊണ്ട് വേണം ഇത് സെല്ലോ ടേപ്പ് എടുത്ത് കട്ട് ചെയ്ത്, അതൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇങ്ങനത്തെ ഒരു ഡിസ്പെൻസർ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എളുപ്പമായിരിക്കും പെട്ടെന്ന് കോണ് റോൾ ചെയ്യാനും കോണ് സീൽ ചെയ്യാനൊക്കെ. പിന്നെ ഞാൻ ഉപയോഗിക്കുന്നത് നമ്മുടെ ഈ ഒരു വെയിങ് മെഷീനാണ്. വെയിങ് മെഷീൻ എന്തായാലും നിങ്ങൾക്ക് ഇത് വേണം. ഈ വെയിറ്റ് നോക്കുന്ന മെഷീൻ. നമ്മുടെ കോണിന് ഏകദേശം 25 ഗ്രാമോളം മിനിമം വെയിറ്റ് വേണ്ടി വരും. 25 മുതൽ 27 വരെ നമ്മൾ ചെറിയൊരു വേരിയേഷൻ ഉണ്ടാവും. 25 മുതൽ 27 ഗ്രാം വരെയാണ് നമ്മൾ അതിനകത്ത് ഫില്ല് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ വെയിറ്റ് നോക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു വെയിങ് മെഷീൻ ആവശ്യമാണ്. അപ്പം നമ്മൾ കോണ് ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതിനകത്ത് വെച്ച് വെയിറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് നോക്കണം. 25 വരെ അല്ലെങ്കിൽ 27 ഗ്രാം വരെ ആയിട്ട് പിന്നെ നമ്മൾ എടുത്തിട്ട് സീൽ ചെയ്താൽ മതി. ഓക്കെ, അത് ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള പ്രോസസ്സൊക്കെ ഞാൻ വീണ്ടും ഇനി വരുന്ന എപ്പിസോഡ്സിൽ പറയാം. അപ്പോൾ ഇത് ഞാൻ ജസ്റ്റ് കാണിച്ചു തന്നേ ഉള്ളൂ. പിന്നെ ഞാൻ യൂസ് ചെയ്യുന്നത് പിന്നെ ഒരു ഇതേപോലെ ഒരു നീളത്തിലുള്ള ഒരു എന്താ പറയുക ബോട്ടിലോ ഒരു ഗ്ലാസ്സോ അങ്ങനെ വേണമെങ്കിൽ പറയാം. ഇതിപ്പോൾ ഞാൻ പ്രിങ്കിൾസിൻ്റെ ബോട്ടിൽ എടുത്താട്ടോ, കാരണം എനിക്ക് നീളത്തിലുള്ളതില്ലാത്തത് കൊണ്ട്. അപ്പോൾ നമ്മൾ ഇതിനകത്ത് നമ്മുടെ പൈപ്പിംഗ് ബാഗ് വെച്ചിട്ട് സ്റ്റോക്കിംഗ് സോക്സ് വെച്ചിട്ട് നമ്മുടെ ഹെന്ന പേസ്റ്റ് സ്ട്രെയിൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഇത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് തന്നെ വേണമെന്നില്ല, കുറച്ച് നീളത്തിലുള്ള കുറച്ച് ഹൈറ്റുള്ള ഗ്ലാസ് വേണമെന്നേ ഉള്ളൂ. ഗ്ലാസ്സോ എന്തെങ്കിലും ഇങ്ങനെ ഹൈറ്റ് ഉള്ളത് വേണമെന്നേ ഉള്ളൂ. ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. പിന്നെ ഇത് നമ്മുടെ ഒരു എഗ് ബീറ്ററാണ്. ഇത് ഓപ്ഷണലാണ്. നിങ്ങളുടെ അടുത്ത് ഉണ്ടെങ്കിൽ അതെടുക്കുക. കാരണം ഈ എഗ് ബീറ്റർ വെച്ചിട്ട് നമ്മൾ ഡൈ റിലീസ് കഴിഞ്ഞിട്ട് നമ്മൾ എഗ് ബീറ്റർ വെച്ചിട്ട് ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഭയങ്കര ഈസി ആയിട്ട് നല്ല സ്മൂത്ത് ആയിട്ടുള്ള പേസ്റ്റ് കിട്ടുകയും ചെയ്യും. എളുപ്പം നമുക്ക് പണി കഴിയും. ഒരു 5 മിനിറ്റിനുള്ളിൽ നമുക്ക് ആ മിക്സിങ്ങിൻ്റെ പരിപാടി കഴിയും. വേറെ കൂടുതൽ മെസ്സപ്പൊന്നുമില്ല. അല്ലെങ്കിൽ ഇതേപോലത്തെ ഒരു ഹാൻഡ് വിസ്ക് യൂസ് ചെയ്താലും മതി. ഇതാകുമ്പോൾ കുറച്ച് നേരം ഇങ്ങനെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കണം. പക്ഷെ നല്ല സ്മൂത്തായിട്ട് ഡൈ റിലീസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ മിക്സ് ചെയ്യാൻ എളുപ്പമാണ്. പക്ഷെ എന്നാലും ഇതുണ്ടെങ്കിൽ ഇതിപ്പോൾ ഹെന്ന മിക്സ് ചെയ്യാൻ ഉപയോഗിച്ചിട്ട് നമുക്ക് നല്ലതുപോലെ സോപ്പ് വെള്ളത്തിൽ ഇട്ടിട്ട് നമുക്ക് നന്നായിട്ട് കഴുകിയെടുക്കാം കേട്ടോ. നല്ല വേറെ സ്മെല്ലൊന്നും അതിന് വരില്ല. നന്നായിട്ട് വൃത്തിയായിട്ട് കുറച്ച് നേരം ഒന്ന് വെള്ളത്തിലൊന്ന് സോക്ക് ചെയ്തിട്ടിട്ട് കഴുകിയെടുത്താൽ മതി. വേറെ പ്രശ്നങ്ങളൊന്നും വരില്ല കേട്ടോ. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ സ്പാച്ചുല. അപ്പോൾ ഇതേപോലെ ഇങ്ങനത്തെ ഈ സിലിക്കോണിൻ്റെ സ്പാച്ചുല വേണം. ഇതെന്തായാലും ഉള്ളത് നല്ലതാണ് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഒട്ടും വേസ്റ്റേജ് വരാതെ നന്നായിട്ട് വൃത്തിയായിട്ട് നമ്മുടെ പാത്രത്തിൽ നിന്ന് എടുക്കാൻ പറ്റും ഈ ഹെന്ന പേസ്റ്റ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു സ്പാച്ചുല. ഈ ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ ഈ കോൺ ഹോൾഡ് ചെയ്യുന്ന കോൺ ഹോൾഡറാണ് കേട്ടോ. ഇതെന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ കോണിനകത്ത് മൈലാഞ്ചി ഫില്ല് ചെയ്ത ശേഷം നമ്മളിതിനകത്ത് വെക്കും, സീൽ ചെയ്യുന്നതിന് മുന്നേ തന്നെ. അപ്പോൾ നമ്മുടെ ആ കോണിനകത്ത് മൈലാഞ്ചി താഴോട്ട് ഇറങ്ങി വരികയും ചെയ്യും. നമുക്ക് പെട്ടെന്ന് സീൽ ചെയ്യാനും പറ്റും. ഒന്നിച്ച് നമുക്ക് കുറേ കോൺസൊക്കെ ഉണ്ടാക്കേണ്ട ഒരവസ്ഥ വരികയാണെങ്കിൽ നമുക്കിതിനകത്ത് പെട്ടെന്ന് എല്ലാം കൂടി പെട്ടെന്ന് ഫില്ല് ചെയ്ത് വെക്കാം. എന്നിട്ട് എല്ലാം കൂടെ ഒരുമിച്ച് സീൽ ചെയ്യാം. അപ്പോൾ അത് കുറച്ചും കൂടി എളുപ്പമാണ്. അപ്പോൾ ഇത് വേണം നിർബന്ധമൊന്നുമില്ല. ഇത് എനിക്ക് ഇത്രയും നാളില്ലായിരുന്നു. ഞാനിപ്പോൾ നാട്ടിൽ പോയപ്പോൾ കൊണ്ടുവന്നതാണ് കേട്ടോ. അപ്പോൾ മെയിനായിട്ട് ഇത്രയും സംഭവങ്ങളാണ് എൻ്റെ അടുത്തുള്ളത്. ഇതെല്ലാം കൂടി ഒന്നും മേടിക്കണമെന്നില്ല. അറ്റ്ലീസ്റ്റ് നിങ്ങളുടെ അടുത്ത് ഒരു വെയിങ് മെഷീനും പിന്നെ നമ്മുടെ സെല്ലോ ടേപ്പ് ഡിസ്പെൻസറും പിന്നെ ഇത് സ്പാച്ചുലയും വേണം നിർബന്ധമായിട്ട്. പിന്നെ ഇതേപോലത്തെ ഒരു നീളത്തിലുള്ളതും വേണം. പിന്നെ ഈ ഒരു സംഭവം എന്താ പറയുക, ഈ ഒരു എഗ് ബീറ്റർ
ഭയങ്കര നിർബന്ധമൊന്നുമില്ല, പക്ഷേ ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലത്, അല്ലെങ്കിൽ ഇതാണെങ്കിലും മതി. ഓക്കെ ഓക്കെ. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് എങ്ങനെയാണ് മിക്സ് ചെയ്യുന്നതെന്ന് നോക്കാം കേട്ടോ. ഈ കിറ്റ് നമ്മുടെ ബിഗിനേഴ്സ് കിറ്റ് വെച്ചിട്ട് എങ്ങനെ മിക്സ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഹെൽപ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഹെൽപ്ഫുൾ ആണെങ്കിൽ അത് കമൻറ്റും ഇടണം. ലൈക്ക് എന്തായാലും മറന്നു പോകരുത്. ഇനി ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് എങ്കിലും അടിക്കണം കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്കത് ഒത്തിരി ഹെൽപ്ഫുൾ ആകും നമ്മുടെ ചാനലിന്. അതുകൊണ്ടാണ് ഞാൻ പിന്നെയും പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ ടേക്ക് കെയർ, ബൈ.